ഓക്കെ, ഇതുവരെയുടെ 47 പേര് ഇതുണ്ട്. അപ്പം ബാക്കിയുള്ളവരൊക്കെ വരുമെന്ന് വിചാരിക്കാമല്ലോ. ഒക്കെ ജനറേറ്റൊക്കെ അപ്പോൾ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് ഒക്കെ പറയാം കേട്ടോ. ഞാനിപ്പോൾ ലൈവിൻ്റെ കൂടെ ലിങ്ക് ഷെയറിങ്ങിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്തരാം. ലൈവ് ആയിട്ടുണ്ട്. ഗൈസ് ആരെങ്കിലും കാണുന്നതിനുള്ള ഒരു ഹായ്. ഡിവൈറ്റ് അടിക്കാനല്ല, സോ ഗൈസ് അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യാനപ്പോൾ ഞാൻ ലൈവൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് എന്ന് പറയാം. സോ ഗൈസ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഹായ് എന്ന് പറയൂ. അപ്പോൾ നമ്മളിന്ന് മാൻ്റെ ടൂർണമെൻറ്റിലാണ്. മാനിൽ ഇത് പിള്ളേരൊക്കെ വന്നിട്ട് 52 അത് ഈ പിള്ളേരൊക്കെ S4ൻ്റെ പിള്ളേർ ATC പിള്ളേരൊക്കെ വന്നിട്ട് വിസിൻ്റെ ഫുൾ സ്ക്വാഡ് ഒന്നുണ്ട്. ADയിലില്ലേ, ADL ലിക്വിഡ് തഗ് സൈക്കോ എക്സൈൽ ലാനി ബ്ലേസ് ഉണ്ട്. അത് ADLൻ്റെ 2 സ്ക്വാഡിൽ 3 പേര് വെച്ചിട്ടുണ്ട്. MRC സാനു മച്ചാൻ ഒറ്റയ്ക്കാണ് എപ്പോഴും ഉണ്ടാവാറ്. മച്ചാൻ വന്നിട്ട് മുന്നേ ഫൈഡ് എപ്പോഴാണ് സ്റ്റാർട്ട് 6:05 സ്റ്റാർട്ടിങ്. ബ്രോൻ്റെ പിന്നെ ഡിലേ 1 മിനിറ്റ് ഉണ്ട് വീഡിയോൻ്റെ. സോ അതൊന്ന് ക്ഷമിക്കാം. അത് S4 ഇന്ന് തരുൺ മാത്രമേ ഉള്ളൂ. തരുൺ ഒറ്റയ്ക്കാണ്. അത് T2 ട്രിപ്പിൾ വന്നിട്ട് മാൻ്റെ ഫുഡ് 2 സ്ക്വാഡ് ഫുൾ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. KMC സൈക്കോ റിഷ്മണ്ട് പൊട്ടാറ്റോ മാത്രമേ ഉള്ളൂ. 4 പേരായിട്ടില്ല. അത് DLൻ്റെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടി കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കൊടുക്കുന്നത്. ATC 2 പേർ. അത് EB കഴിഞ്ഞ ദിവസം ഡിന്നർ അടിച്ചും EB ആണ്. ഇത്തവണ ഡിന്നർ അടിക്കുന്നത് EB ആയിരിക്കുമെന്ന് കണ്ടറിയാം. കഴിഞ്ഞ ദിവസം നമുക്ക് മുട്ടം പണി കിട്ടി. വേറെ ഒന്നുമില്ല, കഴിഞ്ഞ ദിവസം നൈസായിട്ട് ഒരു ചെറിയൊരു പണി കിട്ടിയതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലിച്ച് അടിച്ചു പോയി. ഹായ് ബ്രോ, 4 പേര് കാണുന്നുണ്ട്. 4 പേര് കാണുന്നൊക്കെ ഒരു മെസ്സേജ് അയക്കുക. അതെ, 4 പേര് കാണുന്നൊക്കെ ഉണ്ട്. കാണലിനൊന്നും കുറവില്ല. ഈ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഫാദിൽ ബ്രോ ഏത് ടീമിൻ്റെ സപ്പോർട്ടറൊക്കെ ഉണ്ടെങ്കിൽ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ് അപ്പോൾ പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ പ്രശ്നമില്ല. സോ T2Dയുടെ പിള്ളേരോടുണ്ട്. ഓക്കെ, T2 ട്രിപ്പിൾ ഇവിടെ ഇരുന്ന നൈസായിട്ട് 6:05 ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇനി 7 നിമിഷം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്യാം അതുവരെ. സ്റ്റാർട്ട് ചെയ്യാം പറയുന്നുണ്ട് ഗ്രൂപ്പിലേക്ക് ഇരുന്ന്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ മാൻ്റെ ഡ്രേക്കാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഡ്രേക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഡ്രേക്ക് ബ്രോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമോ? ഇത് സമയം 52 പേരാണ്. സോ ഇൻഫിനിറ്റ് മെട്രിക്സ് ആണ് മാൻ റോഗ് ടിറക്സ് ഷെയ്ഡ് അവിടെ ഉണ്ട്. അത് ക്രൗണ്ട് പിള്ളേർ. അത് പിള്ളേർ 52 പേരായിട്ടുള്ളൂ. THRലാക്കി 6 പേര് മാത്രമാണ് ഇരിക്കുന്നത്. വേറെ ആരില്ല. ATC ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പൊട്ടുമായിരിക്കും. ഇന്നിപ്പോൾ ചെറിയൊരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ EBയുടെ പിള്ളേരും LNXൻ്റെ പിള്ളേരാണ്. അങ്ങനെ സോ ഗൈസ് നമ്മൾ ഗെയിം നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഗ്ലിച്ച് അടിച്ചിട്ടില്ല. അതേ ദൈവസഹായം കൊണ്ട് കഴിഞ്ഞ ദിവസം പോലെ ഗ്ലിച്ച് അടിച്ചിട്ടില്ല. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് വിചാരിക്കാം. സോ ഗൈസ് അല്ലാതെ നമ്മൾ ഓടിച്ചാടി നടക്കുന്നുണ്ട്. നമ്മുടെ ടീം ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് ആയി 52 പേരുണ്ടായിരുന്നു. ഇപ്പോൾ 51 അറിയില്ല. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോയി ചാടിപ്പോയി കാണണം. ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്ത് ഗ്ലിച്ച് അടിച്ച് ആരെങ്കിലും പോയി കാണും. സോ വന്ന ടീമുകൾ നോക്കാം. ഫുൾ സ്ക്വാഡായിട്ടുള്ള നമ്മുടെ മാനിൻ്റെ 2 സ്ക്വാഡുണ്ട്. KMCയുടെ 3 പേരുള്ളൊരു സ്ക്വാഡുണ്ട്. T2Dയുടെ ഒരു സ്ക്വാഡും ADLൻ്റെ ആണ് ഒരാൾ ചാടിപ്പോയത്. ADL 3-3 ആയിരുന്നു. ഇപ്പോൾ 3-2 ആയിട്ടുണ്ട്. അതിൽ S4ൻ്റെ കൂടി നമ്മുടെ തരുണും പിന്നെ കൂടി റീപ്പറും ഉണ്ട്. അതേപോലെ MRC സാനു സോളോ വേഴ്സസ് സ്ക്വാഡാണ്. വിസിൻ്റെ പിള്ളേർ അത് ഫുൾ സ്ക്വാഡായിട്ടിരിക്കുന്നു. ATCയിലാകെ 2 പേര് മാത്രമുള്ളത്. റീപ്പർ EBയുടെ 4 പേരുണ്ട്. LNXൻ്റെ പിള്ളേരും ഒരു സൈഡിലിരിക്കുന്നു. ടെറിൻ്റെ പിള്ളേരുണ്ട്. അതുപോലെ മോഡെക്സിൻ്റെ പിള്ളേരുണ്ട്. ക്രൗഡിൻ്റെ പിള്ളേരുമുണ്ട്. സോ ഗൈസ് ഇന്നപ്പോൾ പൊരിഞ്ഞ തല്ല് കാണാൻ പറ്റില്ല, നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സോ നമ്മുടെ ബൂട്ട് ക്യാമ്പിലും ബൈനാനിലും പാരഡൈസിലൊക്കെ ആരൊക്കെ ചാടുമെന്ന് കണ്ടറിയാം. സോ കാണുന്നവരൊക്കെ നിങ്ങളുടെ ടീമിന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാറ്റ് ബോക്സ് ലൈവ് ചാറ്റിലിരുന്ന് ചന്നം പിന്നെ സ്പാം ചെയ്തോ ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ടീമിൻ്റെ പേര് മാത്രം ഗൈസ്. അപ്പോൾ നമ്മുടെ അത് ക്രൗണ്ട് എന്തത്
ക്രൗഡ് ആക്സൽ അത് ചാടിയിരിക്കുന്നു. എങ്ങോട്ടാണ്? ആൽഫയിലേക്കാണെന്ന് തോന്നുന്നു. ആൽഫയിലേക്കല്ല, ചാടുന്നത് നമ്മുടെ സ്വന്തം ബൂട്ട് ക്യാമ്പിലേക്കാണെന്ന് തോന്നുന്നത്. അത് ബൂട്ട് ക്യാമ്പിലേക്കാണ് നമ്മുടെ ക്രൗഡ് പോകുന്നത്. കൂടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ കൂടെ ഒരു നമ്മുടെ KMC ഉണ്ട്, ടെറർ ഉണ്ട്, മോഡെക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മോഡെക്സ് ഇല്ല. മോഡെക്സ് പാരഡൈസിലേക്കാണ്. പാരഡൈസിൽ മാനിൻ്റെ റോഗും പിള്ളേരും അധികം ഫുട്ടയ്ക്ക് നമ്മുടെ ഈ ബൂട്ട് ക്യാമ്പിലേക്ക് ഒരു ലോഡ് പിള്ളേരുടെ മോനെ കൂടെ നമ്മുടെ വേറെ ആരൊക്കെ ഉണ്ട്. അത് ഇവർ നേരെ നമ്മുടെ വെയർ ഹൗസിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ടെറിൻ്റെ പിള്ളേരുണ്ട്. ടെറിൻ്റെ പിള്ളേർ നൈസായിട്ട് ബൂട്ട് ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. അത് ബൂട്ട് ക്യാമ്പിലപ്പോൾ റെഡി കാണാൻ പറ്റും. അത് KMC പിള്ളേരും നമ്മുടെ ടെറിൻ്റെ പിള്ളേരും. അത് ഇവിടെ എന്താണ് നടക്കേണ്ടത്? അത് ഗണ്ണുകളൊക്കെ എടുത്ത് ഓടുന്നത് മുകളിലില്ല. എന്തത്? അതെ, ടെറിൻ്റെ ടിങ്കൻ മോനെ MK എടുത്ത് ഓടുന്നു. പക്ഷേ അവിടെ ചന്നമ്മിനെ അടിക്കുന്ന കാഴ്ചകളാണ്. അതേ റിച്ച്മോണിൻ്റെ പിള്ളേർ, അത് KMCയുടെ പിള്ളേർ അവിടെ സൈഡിൽ നിന്ന് അടിക്കുമ്പോൾ ടെറിൻ്റെ പിള്ളേർ എന്താ ഇപ്പുറത്തിരിക്കുന്നു. അതേ മച്ചന്മാർ അത് കയറി അടിക്കും. അത് പക്ഷേ കയറി വരുന്ന മോന് സൈക്കോ ഒറ്റയ്ക്കായിരുന്നു. സൈക്കോനെ അപ്പോൾ തന്നെ പിള്ളേർ ചാടി കയറി മേഞ്ഞു വിട്ടിരിക്കുന്നു. അങ്ങനെ മേഞ്ഞ് പെട്ടിയാക്കിയിട്ട് അതിന് റിച്ച്മോണുണ്ട്. റിച്ച്മോണിനെ പെട്ടിയാക്കുന്നു. റിച്ച്മോൺ നൈസായിട്ട് 2 നോക്ക് 3 നോക്ക് വെട്ടിച്ചിരിക്കുന്നു. ഒരാളും കൂടി മാത്രം, ഒരാളെ നോക്ക് നമ്മുടെ റിച്ച്മോണ്ട് ഇട്ടു. റിച്ച്മോണ്ടിൻ്റെ സോളോ വേഴ്സസ് സ്ക്വാഡ്. പക്ഷേ ഉണ്ട തീർന്നു പോയിരിക്കുന്നു. ഉണ്ട തീർന്നുമായി റിച്ച്മോണ്ടിനെ അത് തീർത്തിരിക്കുന്നു. അത് പക്ഷേ ഇവന് കയറി വരുന്നത് നമ്മുടെ ടെറിൻ്റെ മോനെ ജസ്റ്റ് മിസ്സിനാണ് ടെറിൻ്റെ പിള്ളേരെ വൈപ്പാക്കിയത്. പക്ഷേ ജസ്റ്റ് മിസ്സിന് ചാടി പോയിരിക്കുന്നത് ടീം ബിസിനസ് വെക്കേം ബ്രോ. നമ്മുടെ സ്വന്തം പക്ഷേ ബുള്ളറ്റ് തീർന്നു പോയെന്ന കാരണം കൊണ്ട് മാത്രം നമ്മുടെ KMC പിള്ളേർക്ക് ഒരു നൈസ് ഒരു വൈപ്പ് മിസ്സായിരിക്കുന്നു. ടെറിൻ്റെ പിള്ളേർ അപ്പോൾ തന്നെ പിടിച്ച് വൈപ്പ് എടുക്കുമ്പോൾ ഉണ്ട മുഖ്യം ബിഗിലേ ഉണ്ട മൊത്തം തീർന്നു പോയി. എന്നിട്ടാണ് മച്ചാൻ കയറി ചാടി പോയത്. സോ വിസിൻ്റെ പിള്ളേർ എവിടെയും ചോദിക്കുന്നുണ്ട്. വിസിൻ്റെ പിള്ളേർ എവിടെയും ഉണ്ടായിരുന്നു. അവർ ടീം വിസ് അവിടെ പോയി. ഓക്കെ, ടീം വിസ് മോങ്കായിലാണ്. മോങ്കായിലിരുന്ന് എന്താ ചെയ്യാൻ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ബൂട്ട് ക്യാമ്പിൽ ടെററുണ്ട്. താഴെ നമ്മുടെ ക്രൗഡെക്സും പിള്ളേരുണ്ട്. സോ നമ്മുടെ മോഡെക്സിൻ്റെ പിള്ളേർ എവിടെയാണെന്ന് ചോദിച്ചാൽ പാരഡൈസിലാണ്. പാരഡൈസിൽ ചെറിയൊരടി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ റൂഫിൻ്റെ മുകളിലൂടെ അത് നൈസായിട്ട് പിള്ളേർ ചാടിക്കയറി പോകുന്നുണ്ട്. അവിടെ പക്ഷേ സോളാണ് നമ്മുടെ മാൻ. റോഗ് മാത്രമാണ്. റോഗ് എന്ത് ചെയ്യുമെന്ന് കണ്ട് റോഗ് കട്ടയ്ക്ക് പൊട്ടിയും പിടിച്ചാൽ നമ്മുടെ മോഡെക്സ് ആഷൻ മുകളിലൂടെ ചാടാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അത് നമ്മുടെ ഗോഡോപ്പി മുകളിലൂടെ ഇത് ഒരാളെ തല്ലിക്കൊല്ലാൻ പോണ ഒരു ഇതാണ്. ഒരാൾ മുകളിൽ കിടക്കുന്നു, ഒരാൾ അത് ചുമ്മാ ചാടിക്കളിക്കുന്നു. അത് മോഡെക്സ് ജവാൻ, നമ്മുടെ സ്വന്തം ജവാൻ അവിടെ നോക്കി. ടീം ബീസ് അവിടെ ചോദിക്കുന്നു. മോങ്കയിൽ ഞാൻ കാണിച്ചു തന്നില്ലേ? ടീം ബീസ് മോങ്കയിലുണ്ട്. നമുക്ക് അവിടെ ചെറിയൊരു ഫൈറ്റ് പോലും കാണാൻ കഴിയുന്നില്ല. അതായിരിക്കും മോനെ നമ്മുടെ ജവാൻ അത് ചാടിക്കറി വരുന്നു. ജവാൻ ഡീലക്സ് അത് നൈസായിട്ട് അവിടെ തല കാണുന്നുണ്ട്. നോക്കുന്നത് അതൊരു നേട് എറിഞ്ഞിട്ടുണ്ട്. അതൊരു മൂവ്മെൻറ്റ് കിട്ടിയിരിക്കുന്നു. അത് മുകളിൽ നമ്മുടെ ജവാൻ മാൻ റോഗ് ഒറ്റയ്ക്ക് ജവാൻ അടിക്കുന്നു. അതേ പക്ഷേ ഉണ്ട തീർന്ന് മോനെ ചാടി അടിക്കുന്നു. മോനെ പൊള്ളി ജവാൻ ചാടി ഒന്ന് തലയ്ക്ക് ബുള്ളറ്റ് മോനെ ഒരു. പക്ഷേ മോഡെക്സ് മോഡെക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാക്കുന്ന ഒരു കാഴ്ച. ഗോഡോപ്പിനപ്പം തന്നെ എടാ നീ എന്തിനാണ് എൻ്റെ നേടിൽ വന്ന് ചാടി എന്ന് ചോദിച്ചു. മോഡെക്സ് മേനേക്കും ഗോഡോപ്പിനും തമ്മിൽ പരസ്പരം അവിടെ താഴെ നമ്മുടെ ടെറിൻ്റെ പിള്ളേർ പിന്നെയും ഒരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അതേ പിള്ളേർ നൈസ് റോഡ് കയറി നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ ക്രൗഡിൻ്റെ പിള്ളേരാണ്. ക്രൗഡിൻ്റെ 3 നൈസായിട്ട് ടെറിൻ്റെ പിള്ളേർ കയറി അടിക്കാനുള്ള ശ്രമമാണ്. അത് എല്ലാവരും ഇവിടെ കട്ടി കയറിയുന്നുണ്ട്. ക്രൗഡ് ആക്സൽ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ മരക്കാർ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാം. പിള്ളേരെല്ലാം ബാഗ് പോലും എടുക്കാതെ ഗണ്ണ് സെറ്റ് ആയപ്പോൾ തന്നെ ചാടി ഓടി വന്നത്. പക്ഷേ ടെറിൻ്റെ ലോഡ് ഇവിടെ നൈസായിട്ട് പിള്ളേർ സ്പോട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ടീം വിസ് റെമോ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ടീം വിസ് റെമോ ഇല്ല, നെറപ്പ് വൂൾഫ് ഹൈഡ്ര ആൻഡ് ജ്യൂസ് മാത്രമാണുള്ളത്. അതുപോലെ തന്നെ നൈസായിട്ട് ഫ്ലാങ്ക് ചെയ്ത് പോകണം നമ്മുടെ പിള്ളേർ. ടെറിൻ്റെ പിള്ളേരാണ്. അത് ടെറർ ലോഡിന് ഫുൾ ഇല്ലാത്തതുകൊണ്ട് നൈസായിട്ട് പിള്ളേർ നൈസായിട്ട് കയറി. പക്ഷേ ക്രൗഡിൻ്റെ പിള്ളേർ മെയിൻ ബിൽഡിങ്ങിലേക്ക് കയറാതെ അത് സൈഡിലൂടെ കറങ്ങുകയാണ്. പക്ഷേ ഇവിടെയും എന്തുണ്ടാകും ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. സോ ഗൈസ്, നിങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ടീമിന് കട്ടക്ക് സപ്പോർട്ട് ആവും. നിങ്ങളുടെ സപ്പോർട്ട് കമൻറ്റ്സ് എപ്പോഴും വേണം. അതേ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ടീമിൻ്റെ പേരുകൾ കമൻറ്റ് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ടീമിൻ്റെ ഫൈറ്റുകൾ എടുത്ത് തരുമ്പോൾ ടീമുകൾ പെട്ടിയ മോനെ അടുത്ത ടീം മരക്കാറിനെ അടിക്കുന്ന ഒരു കാഴ്ചയാണ്. മരക്കാർ നൈസായിട്ട് ഫ്ലാങ്ക് ചെയ്ത് വന്നിട്ട് ഫ്ലാങ്ക് ചെയ്യുന്ന മരക്കാരനെ അപ്പം തന്നെ അടിച്ച് പെട്ടിയേക്കും നമ്മുടെ ടെർ വൂൾഫ്. പക്ഷേ കട്ടയ്ക്ക് സപ്പോർട്ടുമായി നമ്മുടെ ക്രൗഡിൻ്റെ 2 പേര് വരുന്നുണ്ട്. ടെറിൻ്റെ പിള്ളേർ നൈസായിട്ട് ഫ്ലാങ്ക് ചെയ്ത് പിള്ളേർ അറിഞ്ഞില്ല. അതേ പിള്ളേർ അറിയാവുന്നുണ്ട്. നൈസായിട്ട് ഫ്ലാങ്ക് ചെയ്ത് കയറി അടിക്കുന്ന ഒരു കാര്യം. 6x ഒന്നും ആർക്കൊന്നും വേണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് എടുത്തിരിക്കുന്നു. അതേ ആർക്കും വേണ്ടിയിട്ടിരുന്ന 6x ഒക്കെ പിള്ളേർ എടുക്കുന്നുണ്ട്. ക്രൗഡിൻ്റെ പിള്ളേർ അവർ നൈസായിട്ട് ടെറിൻ്റെ പിള്ളേർ കയറി അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ ടെറിൻ്റെ പിള്ളേർ ഓടിച്ചടി നടക്കുമ്പോൾ ക്രൗഡിൻ്റെ എൻജോയറും പിള്ളേരും എന്ത് ചെയ്യുമെന്ന് കണ്ടറിയും. ഇനിയൊരു ഫൈറ്റ് എടുക്കണമെങ്കിൽ കുറേ ടൈം എടുക്കും. കാരണം സോണിനകത്ത് ആരുമില്ല. എല്ലാവരും സോണിനകത്താണ് എല്ലാവരും. പിന്നെ എല്ലാവരും പല സ്ഥലത്താണ്. സോ പല സ്ഥലത്തായിട്ടൊരു ഫൈറ്റ് കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടാവില്ല. ഇനി നമ്മുടെ ടെറിൻ്റെ പിള്ളേരും ക്രൗഡിൻ്റെ പിള്ളേരും അതന്നെ ക്രൗഡ് എൻജോയർ കറങ്ങി വരുന്നുണ്ട്. ഒരു ഫ്ലാങ്ക് ഒക്കെ എടുത്ത് കറങ്ങാനുള്ള ശ്രമമാണ്. പക്ഷേ പിള്ളേർ ഇവിടെ നിന്ന് ചാടി കയറി പിന്നെ നട്ടിക്കോ ഇല്ലയോ കണ്ടൊരു
മോൻ അവിടെ ടെർ വൂൾഫിൻ്റെ അടുത്താണ് നമ്മുടെ ക്രൗഡിൻ്റെ NJR ഉണ്ട്. NJRനെ കയറി അടിക്കുക. പക്ഷേ തൊട്ടപ്പോൾ നമ്മുടെ ആക്സലുമുണ്ട്. ആക്സൽ മുമ്പിലുള്ള കാര്യം നമ്മുടെ മച്ചൻ അറിഞ്ഞില്ലെന്ന് ചോദിച്ചാലും അത് അടിച്ചിരിക്കുന്നു മോനെ. ആക്സൽ ടെർ ഡിങ്കൻ അടിച്ചിരിക്കുന്നു മോനെ. പക്ഷേ മുകളിൽ നമ്മുടെ ആക്സൽ നൈസായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആക്സൽ മോനെ പൊളിച്ച 2 നോക്കിട്ട് അപ്പോൾ തന്നെ ഡിങ്കന് ലോഡും വീണ്ടുണ്ടല്ലോ. പക്ഷേ ഡിങ്കൻ്റെ ലോഡിൻ്റെയും പക്ഷേ അവിടെയും അടുത്തടി കാണാൻ പറ്റുമോ? അതേ നമ്മുടെ മോനെ ലോഡിൻ്റെ പിള്ളേർ അത് നൈസൊരു കൺഫേം ചെയ്തിട്ട്. പക്ഷേ ഇവിടെ തൊട്ടപ്പുറം നമ്മുടെ ആരാണുള്ളത് ക്രൗഡ് തീർത്തുവിട്ടിരിക്കുന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ ക്രൗഡിൻ്റെ പിള്ളേർ മൊത്തം തീർത്തുണ്ട്. പക്ഷേ പോണേക്കുമ്പ് അവർ ലോഡിനെ കൂടി എടുത്തിട്ടാണ് ക്രൗഡിൻ്റെ പിള്ളേർ മൊത്തമായിട്ട് അങ്ങോട്ട് പോയി. ഞങ്ങൾ ഒറ്റയ്ക്ക് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരു അടി തീർന്നു. ഇന്നത്തെ അടി തീർന്നു. ഇനിയിപ്പോൾ എന്തായാലും ഒരു അടി തീരണമെങ്കിൽ ഒരു കുറച്ച് സമയം എടുക്കാം. അതുവരെ നമുക്ക് പിള്ളേർ മൊത്തത്തിലൊന്ന് സ്പെക്ക് ചെയ്തിട്ട് വരാം. മതി മൊത്തമായി ചില്ലറയും മതി. ഇൻഫിനിറ്റി മാട്രിക്സ് മച്ചനോട് ഒറ്റയ്ക്കാണ്, സോളോ ആണ്. മച്ചൻ ആരുടെ അടുത്താന്ന് ചോദിച്ചാൽ അത് T2 പിള്ളേരെ അടുത്താണ്. T2 പിള്ളേർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻഫിനിറ്റി മാട്രിക്സ്. അതല്ല THRൻ്റെ സ്കള് മാത്രമാണുള്ളൂ. സ്കള് എവിടെയാണ്? സ്കള് താഴെയാണ്. സഹമേലുണ്ട്. സഹമേൽ എന്ത് വേണേലും ഉണ്ടാകാം, അറിയില്ല ബ്രോ. ഇത് എനിക്ക് ഞാനത്ര ബ്രോ വിസിനെ പറ്റി അത്ര വിവരില്ല സത്യമായിട്ടും. എനിക്ക് അറിയില്ല. ഞാൻ റെമോനെ കണ്ടായിരുന്നു കഴിഞ്ഞ ഒരു തവണ. പക്ഷേ ഈ സ്ക്വാഡ് ഞാനും കണ്ടിട്ടില്ല. ആയിരിക്കും, പുതിയ പിള്ളേരായിരിക്കും. സോ നമുക്ക് നമ്മുടെ പിള്ളേരെങ്ങനെ മൊത്തത്തിൽ കാര്യം കാണാം. അപ്പോൾ താഴെ നമ്മുടെ ATC പിള്ളേർ നമ്മുടെ ATC പിള്ളേരും മാൻ്റെ പിള്ളേരും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ഉണ്ടാവും ചാൻസ് ഉണ്ട്. കാരണം പിള്ളേർ ഓടിക്കയറി നമ്മുടെ ATCയുടെയും മാൻ്റെ പിള്ളേർ അപ്പുറത്തുണ്ട്. മാൻ്റെ പിള്ളേർ ഒരു സൈഡിലൂടെ കയറി പോകുമ്പോൾ അവർ ATC പിള്ളേർ മറു സൈഡിലൂടെ പോകുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർ മോനെ മാനേജ് പിള്ളേരൊക്കെ എല്ലാം ചാടിക്കയറി പോവാണ്. മോനെ അടുത്തടി മാൻ്റെ പിള്ളേർ നൈസായിട്ട് നമ്മുടെ ATC പിള്ളേർ ATCയിലൊക്കെ 2 പേര് മാത്രമുള്ള ATC പിള്ളേർ നേരത്തെ പറഞ്ഞ ATC നിക്കിനടിച്ച് നോക്കാക്കാൻ ശ്രമമാണ്. പക്ഷേ നിക്ക് നോക്കായിട്ടില്ല ഇതുവരെയായിട്ടും. അത് പിള്ളേരെ കയറി വരികയാണ്. പൊരിഞ്ഞടിയാണ് നടത്തുന്നത്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. മോനെ അടുത്തടി വന്നിരിക്കുന്നു. ATC വെനമായിട്ടൊരു ഇടി നടക്കുകയാണ്. സോ നമ്മുടെ വാനം ബോർഡ് വേണ്ടിയിട്ടുണ്ട്. പക്ഷേ നിക്ക് എന്ത് ചെയ്യുമെന്ന് കണ്ടാൽ നിക്ക് അത് മെഡൊക്കെ അടിക്കുന്നു. പക്ഷേ അടിച്ച മോനോ സോളിന് അടിക്കുന്ന ശ്രമമാണ്. മാനിൻ്റെ സോളിനെ അടിക്കുന്നത് നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. മാൻ്റെ സോൾ അവിടെ നൈസായിട്ട് ഓടിപ്പോയി. അത് നിക്ക് പക്ഷേ അപ്പോഴേക്കും കവർ കിടന്നു. മാൻ ജാക്ക് അവിടെ നിന്ന് കറിയാൻ സോ 1 vs 4 സിറ്റുവേഷനാണ്. പക്ഷേ മച്ചനത് 1 by 1 ആയിട്ട് അടിച്ച് പെട്ടിയാക്കാൻ പറ്റുമോ നമുക്ക് കണ്ടറിയാം. പിള്ളേരത് ഫ്ലാഗ് ചെയ്തിട്ട് മാൻ ജാക്ക് പക്ഷേ നിക്ക് കൂടെ നോക്കുന്നുണ്ട്. നിക്ക് അത് ബാൻഡേജ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് പതുക്കെയാണ് നോക്കുന്നത്. അതേ ആരെങ്കിലും ഉണ്ടെന്ന്. പക്ഷേ നമ്മുടെ മുകളിൽ അത് മോളി വന്നിരിക്കുന്നു. മോനെ ഓടിപ്പോകുന്ന നിക്ക് ഓടിപ്പോകുന്നുണ്ട്. പിന്നിൽ നടിയുണ്ട്. അത് തിരിഞ്ഞു വരും നോക്കത്തുള്ളൊരു ഓട്ടമാണ്. പക്ഷേ അത് മുകളിൽ നിന്ന് നമ്മുടെ സോൾ അടിക്കുന്നു. സോളും മാൻ ജാക്ക് അവിടെ പോയി അടിച്ചിരുന്നു. ഓക്കെ, മാൻ ജാക്ക് മുമ്പിൽ നടന്നു. മാൻ ജാക്ക് അങ്ങനെ നൈസൈഡ് നമ്മുടെ ലാസ്റ്റ് പ്ലെയർ ATCയുടെ ലാസ്റ്റ് പ്ലെയർ കൂടി ഓടി നടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. T2 പിള്ളേർ നൈസായിട്ട് സോൺ എല്ലാവരും സോണിനകത്താണ്. ഈ സോണിൽ ഒരു ഇതെല്ലാവരും ഉള്ളിലാണ്ട്, ആരും പുറത്തില്ല. സോ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഓക്സിജൻ ഉണ്ട് അതിന്. സ്ലോട്ട് ചെയ്താ ബ്രോ ഓക്സിജൻ്റെ പിള്ളേരുണ്ടോയെന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. ആരും കാണണമെന്നില്ല. സോ ഓക്സിജൻ്റെ പിള്ളേർ നമുക്ക് നോക്കാം. അതിന് ടെറിൻ്റെ പിള്ളേർ അടുത്ത പിള്ളേർ വന്നിട്ട് മോഡക്സിൻ്റെ പിള്ളേർ വന്നിട്ട് നമ്മുടെ ടെറിൻ്റെ അടുത്തേക്ക് അതേ ഓരോ ഫൈറ്റുകൾ കഴിയും തീർന്നു. അതായിട്ട് മോഡക്സ് പിള്ളേർ നൈസായിട്ട് നമ്മുടെ പാരഡൈസും അടുത്തോണ്ടായിരിക്കണം. പിള്ളേരോടൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഷും പിള്ളേരും കയറി വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സോ ഗൈസ്, ഇവിടെ നല്ലൊരു ഇടി കാണുന്നുണ്ട്. ഇവിടെ എന്ത് വേണമെങ്കിലും ഉണ്ടാകും. അതേ നൈസായിട്ട് ടെറിൻ്റെ പിള്ളേർ സ്പോട്ട് ചെയ്യുന്ന ശ്രമം മോഡക്സിൻ്റെ പിള്ളേർക്ക് ചെയ്യുന്നത്. സോ മോഡെക്സ് വേഴ്സസ് നമ്മുടെ ടെററാണ്. ഇനിയൊരു ഫൈറ്റ് ആണെങ്കിൽ അവർ തന്നെ വിചാരിക്കണം. കമൻട്രി പൊളിയാ കേട്ടോ. താങ്ക് യു ബ്രോ. നമ്മൾ പരമാവധി പക്ഷേ ഇതിൽ ചെറിയ മിസ്റ്റേക്ക് മോഡെക്സ് ടെർ വൂൾഫിനെ അടിച്ചൊരു നോക്കുന്ന കഴിഞ്ഞാൽ ജസ്റ്റ് മിസ് ആയിപ്പോയി. ഞാൻ ആ കമൻറ്റ് വയ്ക്കാൻ പോയി. അത് ടെർ വൂൾഫിനെ നോക്കി. പക്ഷേ വലിയ കാര്യം ഉണ്ടായില്ല. അപ്പോൾ തന്നെ നമ്മുടെ റബ് എടുക്കുക. നമ്മുടെ എല്ലാവരും വേണ്ടി അതാണ് ഇങ്ങനെ ഒരാൾക്ക്. പക്ഷേ ഇവിടെ തിരിച്ചും ജവാനിവിടെ നോക്കാണ്. 2 സൈഡിലും നോക്കിയിട്ടുണ്ട്. മോനെ നമ്മുടെ ഗോഡ് ഡോപ്പി നൈസൈഡ് ഓടി കയറുന്നുണ്ട്. അത് ടെറിൻ്റെ പിള്ളേർക്ക് നെയ്റ്റ് കുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് എറിയാനുള്ള ശ്രമമാണ്. അത് അവിടം വരെ എത്തുകയില്ല. നമുക്ക് കണ്ടറിണ്ടിരിക്കുന്നു. ഗോഡ് ഡോപ്പി മോനെ മാനിയാക്കിനെ അപ്പം തന്നെ പിടിച്ച് നോക്കി നമ്മുടെ പിള്ളേർ. അത് പക്ഷേ ഒരു നെയ്ഡ് ഉണ്ട്. ആ നെയ്ഡിൽ പക്ഷേ ഒന്നും ഉണ്ടായില്ല. അതൊരു നൈസ് നെയ്ഡായിരുന്നു. പക്ഷേ നെയ്ഡിലൊന്നുമില്ല. പിള്ളേരോടും ചാടി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് ടെർ ലൈനുള്ളൊരു നെയ്ഡാണ് കൊടുത്തത്. ആ നെയ്ഡിൽ നമ്മൾ ടെർ ലൈൻ വീണില്ല. പക്ഷേ ഡിങ്കനോടെ കട്ടലിട്ടുണ്ട്. ഡിങ്കൻ്റെ അടുത്ത് ഈ പിള്ളേർ പക്ഷേ ഇവിടെ മാനിയാക്കിന് റബ് എടുക്കുന്ന ഒരാളുമില്ല. അത് വന്നിരിക്കുന്ന മുകളിൽ. പക്ഷേ ആഷോടെ മുകളിൽ നിന്ന് കട്ടയ്ക്കൊക്കെ ഫയർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ മാനിയാക്കിന് അവിടെ പിള്ളേർ. പക്ഷേ ഒരു നെയ്ഡ് മോൻ ഒരു കിട്ടിക്കാച്ച് നെയ്ഡ് വരുന്നു. ആ നെയ്ഡ് ഗോഡോപ്പിൽ പോളി നെയ്ഡ് വൂൾഫിൻ്റെ ഒരു നൈസ് നെയ്ഡായിരുന്നു. വൂൾഫ് ഒരു നൈസ് നെയ്ഡായിരുന്നു. നമ്മുടെ ഗോഡോപ്പിനോട് നോക്കി. പക്ഷേ താഴെ റബ് എടുത്തിരിക്കുന്നു.
താഴെ ആഷിനെ അടിച്ച് നോക്കാൻ ശ്രമമാണ്. പക്ഷേ താഴെ ഡിങ്കൻ സൈഡിലൂടെ വരുന്നുണ്ട്. ഡിങ്കൻ അത് മുകളിലൂടെ കയറി ചാടി മറിഞ്ഞ് വരുന്നുണ്ട്. ഡിങ്കനെയും പിള്ളേരും കണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഇവിടെ 3 പേരുണ്ട്, അവർ 4 പേരുണ്ട്. പക്ഷേ അത് നേടി താഴേക്ക് പിന്നെയും വരുന്നു. അവിടെ മാൻ്റെ പിള്ളേർ DHR സ്കാൾ ലാസ്റ്റ് മാൻ അവൻ അടിച്ച് പെട്ടിയായിട്ടുണ്ട്. സോ ഗൈസ് താഴെ മൊത്തം ലയൺ ഓടുന്നുണ്ട്. ലയൺ അത് താഴെയുള്ള പിള്ളേർ മൊത്തം കണ്ടിട്ടുണ്ട്. അത് ഒരു മോളി വരെ നമ്മുടെ ജവാന് കൊടുക്കുന്നു. ജവാൻ ഒരു മോളി കൊടുത്തിരിക്കുന്നു. തിരിച്ചു വരുന്ന മോനെ അത് നൈസായിട്ട് തീ വന്നില്ല. ഉണ്ട് തീർന്നിരിക്കുന്നു മോനെ. M4 വെച്ച് ചാടിച്ചില്ലേ ടെറിൻ്റെ ലൈൻ ചാടി 2 പേരും നടുക്കിലേക്കാണ് പിള്ളേർ. അപ്പം തന്നെ അടിച്ച് നോക്കപ്പം എല്ലാവരും കൺഫേം ചെയ്തു. ടെർ വൂൾഫിൻ്റെ ഒരു ഓടിയുള്ള ഒരു ചാട്ടമാണ് കാണുന്നത്. മോനെ താഴേണ്ടത്. പക്ഷേ ചുറ്റും ഒരു അടി നമ്മൾ പ്രതീക്ഷിച്ചില്ല. സോ അവിടെ പോരിഞ്ഞൊരടിയാണ്. അതേ എങ്ങും അടികൾ മാത്രം. ടെറിൻ്റെ ഡിങ്കൻ അതാ മൊത്തം വൈപ്പ്. മോട്ടെക്സിൻ്റെ പിള്ളേർ മൊത്തം വൈപ്പ്. നമ്മുടെ ടെർ വൂൾഫും ഡിങ്കനും. പക്ഷേ ഇവരെ വല്ലവരും നഷ്ടപ്പെട്ടു. അതെ മൊത്തത്തിൽ തീർന്നുണ്ട്. അത് ഇവർ 2 പേര് ഒരാളും കൂടി പോയില്ല. ടെർ ലൈൻ്റെ ഒരു പൊട്ടത്തരം കാരണമാണ് നൈസായിട്ട് ടെർ ലൈൻ പെട്ട് ചെയ്ത്. അതുകൊണ്ട് മാത്രം ബാക്കിയുള്ള 2 പേര് നൈസായിട്ട് നമ്മുടെ മോട്ടെക്സിൻ്റെ പിള്ളേർ മൊത്തത്തിൽ വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അടുത്തൊരു ഫൈറ്റ് നമ്മുടെ ADL പിള്ളേർ മാഡ് ബോയുടെ പിള്ളേർ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് വേറെ ടീമിൻ്റെ അടുത്തും ബിസിൻ്റെ അവിടെ പിള്ളേർ എന്തായിരുന്നു ബ്രോ മോഡക്സ് ഉണ്ട്. മോഡക്സ് ഇപ്പം ഉണ്ടായിരുന്നു. വേണേൽ ഇപ്പം തന്നെ പെട്ടിയിട്ടുണ്ട് നൈസായിട്ട്. വിഷ്ണുസ് ബ്രോ ടൈം ഇച്ചിരി ലേറ്റ് ആയിട്ട് പോയി. അതാ പിള്ളേർ അത് നമ്മുടെ വിസിൻ്റെ പിള്ളേർ നൈസായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടോ ഇല്ല നോക്കിയിട്ടൊക്കെയാണ് കയറി പോകുന്നത്. പക്ഷേ അവിടെ എന്തും ഉണ്ടാകാം. അത് നമ്മുടെ മാഡ് ബോയ് EBയുടെ പിള്ളേരാണ്. EBയുടെ പിള്ളേർ മോനെ T2D മിസ്റ്റർ അൺനോൺ മലയിൽ നിന്ന് നോക്കാവുന്നൊരു കാഴ്ചയാണ്. T2D അൺനോണോടെ അത് നൈസായിട്ട് മലയിൽ നിന്ന് ചാടിയത്. അത് കണ്ട് ആഘോഷിക്കും നമ്മുടെ ഇൻസെയിൻ T2D. എന്താണ് ഇൻസെയിൻ ബ്രോ ഇങ്ങനെയൊക്കെ ഒരാളിങ്ങനെ എന്താ പറയുക കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് വീണ വായിക്കുകയാണ് ഇവിടെ. അത് കട്ട ഡാൻസ് പോയി നമ്മുടെ ഇൻസെയിൻ. പക്ഷേ അവരെ പിന്നിൽ ഒരു അപകടമുണ്ട്. വേറെ ഒരു നമ്മുടെ ഇൻഫിനിറ്റി മെട്രിക്സ് ആണ്. മച്ചൻ എന്ത് ചെയ്യുമെന്ന് കണ്ടറിഞ്ഞിരിക്കുന്നു. മച്ചൻ സോളോ ആണ്. അപ്പം തന്നെ പിള്ളേർ കയറി പണിയോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. അത് നമ്മുടെ കാരണം ഈ ഒറ്റക്കുള്ളവരെ പേടിക്കുന്ന കാരണം വെച്ചാൽ ഒരു നോക്കിട്ട സ്ക്വാഡാണെങ്കിൽ തീർക്കാണ്ടിരിക്കാൻ പരമാവധി നോക്കും. തീർക്കല്ല അവർ അടുത്ത ആളെ നോക്കും. പക്ഷേ സോളോ ആണെങ്കിൽ ഒരാൾ വീണാൽ അപ്പം തന്നെ പെട്ടിയാക്കി വിടാൻ നോക്കും. കാരണം പറഞ്ഞല്ല ഒരാൾ തീർന്നു എന്നുള്ളതാണ് മിക്കവരും സോളോ ഉള്ളവരെ കൂടുതലും പേടിക്കണമെന്ന് അറിയാം. അത് നമ്മുടെ വിടാറാണ് കയറി പോകും. നമ്മുടെ ADL പിള്ളേരാണ്. ADLൻ്റെ ഒരു സ്ക്വാഡിൽ നൈസായിട്ട് ചാടി കയറി നമ്മുടെ എവിടെയാണ് അവർ ബൂട്ട് ക്യാമ്പിലേക്കുള്ള ഒരു ഓട്ടമാണ്. തൊട്ട് പിന്നിൽ നമ്മുടെ EBയുടെ പിള്ളേരുണ്ട്. EBയുടെ മാഡ് ബോയും പിള്ളേരും. അത് ഇൻഫിനിറ്റി മാട്രിക്സിൻ്റെ നമ്മുടെ D2D. ഇതാണ് എന്താണ് ബ്രോ മച്ചാ സോളോ ആയിരുന്നു. അപ്പം തന്നെ കയറി അടിച്ച് പെട്ടിയൊക്കെ വിടുകയും ചെയ്തു. അത് ഒരു സൈഡിൽ നമ്മുടെ മാൻ്റെ പിള്ളേർ കയറി വരുന്നുണ്ട്. ADLൻ്റെ സെക്കൻഡ് സ്ക്വാഡ് എടുത്ത് നമ്മുടെ നൈസായിട്ട് 15 ADLൻ്റെ എടുത്ത് നമ്മുടെ മാൻ്റെ ജാക്കും പിള്ളേരും ഓടിച്ചാടി വരുന്നുണ്ട്. സോ അവർ നൈസായിട്ട് സ്പോട്ട് ചെയ്താൽ 2 പേര് മാത്രമേ ഉള്ളൂ. 2 പേരും കയറി പണിയോ ഇല്ല നമുക്ക് കണ്ടുവരേണ്ടിയിരിക്കുന്നു. ADL തഗ്ഗും പിള്ളേർ നൈസായിട്ട് നോക്കുന്നുണ്ട്. എന്താ ഇവിടെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 4X ഒക്കെ കാണുന്നുണ്ട്. മച്ചാനോട് കട്ട ക്യാമ്പിംഗ് ആണ്. ക്യാമ്പിംഗ് ഒക്കെ വേറെ. പക്ഷെ ഒരു ഓടിപ്പോകുന്നത് മാൻ്റെ പിള്ളേർ കണ്ടോ ഇല്ലെന്ന് അറിയില്ല. അത് മുകളിലൂടെ പിള്ളേർ ഓടിപ്പോകുന്നുണ്ട്. മച്ചന്മാർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അത് പക്ഷേ ഇവിടെ EB പിള്ളേർക്ക് അടുത്തടി വരുന്ന പോലെ ADL സൈക്കോൻ അടിക്കുന്നു മാൻ്റെ പിള്ളേർ. പക്ഷേ താഴെ ഒരു പൊരിഞ്ഞടി നമുക്ക് കാണാൻ പറ്റും. വേറെ ഒന്നും പോലെ അതേ റീപ്പ് കയറി പോകും. നമ്മുടെ അവിടെ മാൻ്റെ പിള്ളേർ വായിലൊക്കെയാണ് നമ്മുടെ റീപ്പ് കയറി പോകുന്നത്. അതൊരു ഫുഡ് സ്റ്റെപ്പ് കിട്ടിയിരിക്കുന്നു. പോളി ഫുഡ് സ്റ്റെപ്പാണ്. പക്ഷേ ADL സൈക്കിൾ അപ്പം തന്നെ അടിച്ച് മോനെ അടുത്തടി FP ആണ് കയറുന്നത്. ADL താക്കത്ത് മാൻ ജാക്ക് നോക്കിട്ടു. അത് ടീം ADL ബ്ലേസ് ഇതെവിടെയാണ്. സോ ഗൈസ് പുറത്താണ് അടി ഇറക്കുന്നത്. അതേ നമ്മുടെ അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് അടി എടുക്കുന്നത്. അടിച്ച് നോക്കുന്നത്. പക്ഷേ ഇവിടെ പൊരിഞ്ഞടി മാഡ് ബോയ് EB അവിടെ മാഗട്രോണും മാഡ് ബോയും കൂടി നമ്മുടെ ADL എക്സൈലിൽ അടിക്കുന്നു. അവിടെ ഇനി നമ്മുടെ ലാനി മാത്രം. ലാനി ഒറ്റയ്ക്കാണ്. ലാനി എന്തെങ്കിലും കണ്ടറിയാം. പക്ഷേ ലാനി ഒരു സൈഡിൽ നിന്ന് അടിച്ചിട്ട് മാഗട്രോൺ അവസാനത്താണെങ്കിലും വെട്ടി അടിച്ചുകൊണ്ട് നൈസായിട്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ADLൻ്റെ പിള്ളേർ 2 പേരും കൂടി തീർന്നു. അങ്ങനെ ADL 2 സ്ക്വാഡിനെ ഒരേ സമയം വൈപ്പ് ചെയ്യുന്നു. നമ്മുടെ മാനിൻ്റെ പിള്ളേരും EBയുടെ പിള്ളേരും. അതൊരു നൈസ് വൈപ്പായിരുന്നു. കാരണം ഒരു സൈഡിൽ ABLൻ്റെ സെക്കൻഡ് സ്ക്വാഡിനെ വൈപ്പ് ചെയ്യുമ്പോൾ മറു സൈഡിൽ നമ്മുടെ ADLൻ്റെ ഫസ്റ്റ് സ്ക്വാഡിനെ കയറി വൈപ്പ് ചെയ്യുന്നു. പക്ഷേ വിസിൻ്റെ പിള്ളേർ മാനിൻ്റെ ജോക്കറും പിള്ളേരായിട്ട് ചെറുതായിട്ട് ഉറസാൻ ചാൻസ് ഉണ്ട്. കാരണം പിള്ളേർ വരുന്നത് ഒരേ വഴിയാണ്. പക്ഷേ അവരോട് നിൽക്കുകയാണെങ്കിൽ നൈസൊരു സ്ക്വാഡ് വൈപ്പ് നമുക്ക് വെക്കുക. ആരുടെയെങ്കിലും സ്ക്വാഡിനെ വൈപ്പ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ MRC സാനു ഇവിടെ മുകളിലുണ്ട്. മച്ചാൻ എവിടെയാണ് MRC സാനു? നൈസായിട്ട് പാലത്തിൻ്റെ അടിയിൽ നല്ല കട്ട ക്യാമ്പൊക്കെ ആയിട്ട് എടുത്തിക്കാണ്. ആരെങ്കിലും വരാണെങ്കിൽ കയറി പണിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇൻസൈൻ്റെ പിള്ളേർ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയും. ഇൻസൈൻ്റെ പിള്ളേർ ഓടി പാലത്തിന് മുകളിലൂടെ പോകാനായിരിക്കും. പക്ഷേ മുകളിൻ്റെ അറ്റത്ത് LNXൻ്റെ പിള്ളേരുണ്ട്. LNXൻ്റെ പിള്ളേർ നെറ്റ് പോയതാണ്. എന്നെങ്ങാണ്ട് എടുക്കണ്ടല്ലോ എല്ലാവരും. ഈശ്വര 2 പേര് നെറ്റ് പോയതാണ്. അത് നമ്മുടെ LNXൻ്റെ ഒരാൾ മാത്രമാണ് ഓടിച്ചാടി നടക്കുന്നത്. ആരാണ് നമ്മുടെ ടോക്സിക്കാണ്. ടോക്സിക് മാത്രമുണ്ട്. ബാക്കി 3 പേര് നെറ്റ് പോയതുകൊണ്ടായിരിക്കും മച്ചന്മാരോട് ചുമ്മാ അനങ്ങാണ്ട് എടുക്കുകയാണ്. നെറ്റ് പോയ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വിസിൻ്റെ പിള്ളേർ അതൊരു സൈഡിൽ കൂടെ ചാടിക്കയറി വരുന്നുണ്ട്. പക്ഷേ എന്താണ് വിസ് ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആദർശ് അശോക് വിസ്. അത് പക്ഷേ വിസിനെതിരായിട്ടും ആരും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് എതിരായിട്ടും അവർ അലൈവാണ്. സോ വിസിന് പിള്ളേരെ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാം. വിസിൻ്റെ പിള്ളേർ കയറി അവന്മാരെ പണിയോ അത് തിരിച്ച് ഇവരെ പിടിച്ച് പെട്ടിയിലാക്കി വിടോ ഇല്ലെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. S4 തന്നെ നമ്മുടെ റീപ്പറും കൂടി നൈസായിട്ട് ബൂട്ട് ക്യാമ്പിലത്തിലൂടെ ചാടി പോകുന്നുണ്ട്. പക്ഷേ D2 നേരെ സനുവിൻ്റെ വായിലേക്ക് കയറി പോയില്ല നമുക്ക് കണ്ടറിയാം.
നമ്മുടെ LNX-ഉള്ളവരുണ്ട്, നമ്മുടെ EB-ഉള്ളവരെ കാണിച്ചു. ഇനിയുള്ള നമ്മുടെ XLN, നമ്മുടെ S4 തരണം റീപ്പറുമാണ്. റീപ്പർ രണ്ടുപേരും എന്താണ് പാട്ടൊക്കെ പാടി. പക്ഷേ അവിടെ ഒരു നൈസ് ഡ്രോപ്പ് ഉണ്ട്. ഡ്രോപ്പിൻ്റെ അടുത്ത് ഇവർ പോകുകയില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു. മച്ചാൻ എന്താണ് പ്രാക്ടീസ് ചെയ്യണേ? എന്താ പ്രാക്ടീസ് ചെയ്യേണ്ടത്? മുമ്പിൽ ആരും ഉണ്ടോ നോക്കുകയാണോന്ന് അറിയില്ല. പുള്ളി എന്തൊക്കെയോ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. നമ്മുടെ S4 എക്സലൻസി റീപ്പറാണ്. റീപ്പർ പക്ഷേ സോണിൻ്റെ അഡ്വാൻറ്റേജ് ആർക്കുമില്ല. നമ്മുടെ ടെററിൻ്റെ ഉള്ളവരാണ് നൈസായിട്ട് ബൂട്ട് ക്യാമ്പ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ആരെങ്കിലും കയറി എന്നാൽ അപ്പം തന്നെ ഫൈറ്റ് എടുത്തോ ഇതിലായിട്ട് മിസ് ചെയ്തിട്ട് ഒരു ഫൈറ്റ് പോലും എടുത്തിട്ടില്ല. അത് നമ്മുടെ ടെററിൻ്റെ പിള്ളേർ നൈസായിട്ട് ബൂട്ട് ക്യാമ്പൊക്കെ ഹോൾഡ് ചെയ്ത് മെയിൻ ബിൽഡിംഗ് തന്നെ സെറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സൈഡിൽ നമ്മുടെ മാൻ്റെ പിള്ളേർ കയറി വരുന്നുണ്ട്. മാൻ്റെ റിഫ്ലക്സും പിള്ളേരും ജോക്കറും കൂടി നൈസായിട്ട് ഉള്ളിൽ കയറി പോകുന്നു. അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു സൈഡിൽ നമ്മുടെ വിസ് പിന്നിലുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ ഈ പിള്ളേരുണ്ട്. മച്ചമാർ നൈസായിട്ടൊരു സാൻഡ്വിച്ച് ഒന്നല്ല ബർഗറാണ്. കാരണം പക്ഷേ അടി വരുമ്പോഴാണ് അറിയാൻ പറ്റുക നൈസായിട്ടൊരു പണി വരുന്നുണ്ട്. അവറാച്ച പറയേണ്ട അവസ്ഥയാണ്. കാരണം മാൻ്റെ പിള്ളേർക്ക് ഒരു മുട്ടൻ തേപ്പ് വരുന്നുണ്ട്. സോ നമുക്കിവിടെ നല്ല പൊരിഞ്ഞടി നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ HDR ആക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം കാണാൻ ഒരു ലുക്കില്ല HDR. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ, അതായത് ഒരു പ്രശ്നം ഉണ്ടാകുമില്ല നമുക്ക് കണ്ടുവരേണ്ടിരിക്കുന്നു. സോറി ഗൈസ്, ഒരു ചെറിയ മിനിറ്റ് നമുക്ക് HDR ആക്കിയാൽ ഗ്രാഫിക്സ്. നമ്മൾ HDR വന്നിട്ടാക്കി നമുക്ക് HDR നമുക്ക് നല്ല ഫൈറ്റ് കാണാം. അതെ, നമ്മളെല്ലാം HD ആണല്ലോ മൊത്തത്തിൽ ഇപ്പോൾ. സോ ഗൈസ്, നമ്മുടെ ടെററിൻ്റെ പിള്ളേർ നൈസായിട്ട് നമ്മുടെ ബോട്ട് ക്യാമ്പിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ EB കയറി മലയിലേക്ക് കയറി പോകുമ്പോൾ മറു സൈഡിൽ നമ്മുടെ മാൻ്റെ പിള്ളേരാണ്. അത് ഇവിടെ നിന്ന് ഒരു വണ്ടി എടുത്ത് ആരൊക്കെ പോകുന്നുണ്ട്. അത് വണ്ടിയുടെ സൗണ്ട് നമ്മുടെ പിള്ളേർ കേട്ടില്ലെന്ന് അറിയില്ല. അത് നമ്മുടെ മാനിൻ്റെ ആരാണ്? അല്ല, റീപ്പർ EB ആണ്. റീപ്പർ വണ്ടി എടുത്ത് എനിക്ക് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റീപ്പർ EB നൈസായിട്ട് മല കയറി പോയിട്ടുണ്ട്. താഴെ ഇനി പറയുകയാണെങ്കിൽ നമ്മുടെ വിസിൻ്റെ പിള്ളേർ നേരെ കയറിപ്പോയത് EB-യുടെ അടുത്തേക്കാണ് നമ്മുടെ ഈ പിള്ളേരായിട്ട് ഫൈറ്റ് നിർത്തുക. അപ്പോൾ ഇവിടെ നമ്മുടെ MRC സാനു നമ്മുടെ പിള്ളേരായിട്ട് ചെറിയൊരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. സാനു മൊത്തത്തിൽ. പക്ഷേ ഇവിടെ നമ്മുടെ അൺനോൺ കിടക്കുന്നു. അൺനോൺ കിടക്കുന്നവർ നമ്മുടെ സാനു വന്ന് അടിച്ച് പെട്ടിയാക്കുന്നു. അതാ ഞാൻ പറഞ്ഞു, സോളോ ഉള്ളവർ പേടിക്കണം. അത് നമ്മുടെ സാനു ഒരു നൈസ് ഫാസ്റ്റ് അൺനോൺ എടുത്ത് പെട്ടിയാക്കുന്നു. പക്ഷേ അവിടെ സൈഡിൽ നിന്ന് അടി വരുന്നു. അത് നൈസായിട്ട്. പക്ഷേ സാനു എന്ത് ചെയ്യുമെന്ന് കണ്ടറിഞ്ഞിരിക്കുന്നു. സാനു അപ്പോഴേക്കും കട്ടൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് മെഡ് അടിക്കുന്നു. അത് വോൾഡ് മോട്ട് അവിടെ നിന്ന് ഒരു നെയ്ഡ് കുക്ക് ചെയ്യില്ല കണ്ടറിയാം. അതൊരു നെയ്ഡല്ല മോളി ഇറങ്ങുന്നത്. മോളി പക്ഷെ ഉള്ളിലേക്ക് പോയില്ല, പുറത്ത് തന്നെയാണ്. അത് നെയ്റ്റുകൾ വാരിക്കോരി വരുന്നത് നമ്മുടെ സാനുവിന് വേണ്ടിയിട്ട്. സാനുവിന് നൈസായിട്ട് ട്രാപ്പ് ആക്കുന്നു. അതേ സാനുവിനെ കയറി അടിക്കുന്നു. സാനുവിനെ അടിച്ച് വെട്ടിയേക്കും. അതെ 8 ബിറ്റാണ് നമ്മുടെ ടാറ്റ പറയുന്നു. നമ്മുടെ ആരായിരിക്കും? മണ്ണോൺ നമ്മുടെ വിഷമം തീർത്തായിരിക്കും. LNX-നുള്ള നൈസായിട്ട് വെള്ളത്തിലൂടെയൊക്കെ പോകുന്നുണ്ട്. പിള്ളേർ കയറി അടിക്കുമോ ചൊറിയെന്നറിയില്ല. പക്ഷേ താഴെ നമ്മുടെ S6-ൻ്റെ പിള്ളേരുണ്ട്. HDR പൊളി. താങ്ക് യു ബ്രോ. അപ്പോൾ HDR ഇനി കാണിക്കാം. എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല HDR കാണിക്കാം. പക്ഷേ നിങ്ങളുടെ ഡാറ്റ പോയില്ല എന്ന് മാത്രമേ എനിക്കൊരു ഡൗട്ടുള്ളൂ. സോ ഗൈസ്, അതവിടെ നമ്മുടെ എക്സലൻ റീപ്പർ ഇവിടെ നൈസായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. പക്ഷേ EB പിള്ളേർ ചാടി കയറി വരുന്നുണ്ട്. EB പിള്ളേർ കയറി പോകുന്നത് മച്ചവരോടെ നൈസായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. താഴെ നമ്മുടെ വിസിൻ്റെ പിള്ളേരുണ്ട്. അതുപോലെ തന്നെ മാനിൻ്റെ പിള്ളേർ അപ്പുറത്തുണ്ട്. വെള്ളത്തിലൂടെ ഒരു ലോഡ് പിള്ളേരും പോകുന്നുണ്ട്. വെള്ളത്തിലൂടെ പോകുന്നവരെ കണ്ടിട്ടില്ല. അത് നമ്മുടെ പിള്ളേരോട് ഓടിച്ചാടി നടക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും നടക്കാം, എന്തും ഉണ്ടാക്കാം. സോ ഗൈസ്, നിങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കമൻറ്റ് ചെയ്യുന്നുണ്ട്. ടീമിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. 6 പേര് കാണുന്നൊക്കെയുണ്ട്. പക്ഷേ 6 പേരും ഗൈസ് നമ്മുടെ ടെററിൻ്റെ പിള്ളേർ നൈസായിട്ട് ഒന്ന് സ്കോപ്പ് ചെയ്തിട്ടുള്ള ശ്രമം. ടെററിൻ്റെ പിള്ളേർ നൈസായിട്ട് മലയിലേക്ക് നോക്കുന്നുണ്ട്. അവിടെ ആരെങ്കിലും റീപ്പറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഒരു സംശയമുണ്ട്. അതേ EB പിള്ളേർ നൈസായിട്ട് നമ്മൾ ടെറർ വൂൾഫ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടെറർ വൂൾഫ് അത് ഫൈറ്റ് നിൽക്കണില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ സോൺ വരുന്നുണ്ട്. പിന്നിൽ നമ്മുടെ മാൻ്റെ പിള്ളേരുടെ അത് മാൻ്റെ പിള്ളേർക്ക് അപ്പഘട്ടം വഴിമാറിപ്പോയിട്ടുണ്ട്. നൈസായിട്ട് വിസിൻ്റെ പിള്ളേർ ഒരു സൈഡ് കയറി വരുന്നത് എക്സലൻറ്റ് റീപ്പർ. അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ 3 അത് ഒരടി മോനെ നമ്മുടെ സ്പെക്ക് അത് വിഷൻ EB. പക്ഷേ ടെറർ വൂൾഫ് അവിടെ നിന്ന് അപ്പം തന്നെ അടിച്ച് പോയത് നോക്കാക്കിയിട്ടുണ്ട്. ടെറർ വൂൾഫ് കിടക്കാച്ച് നോക്കാറുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാനവിടെ ചുമ്മാ ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു. ടെറർ വൂൾഫ് അവിടെ മോനെ അവിടെ നിന്ന് അടിച്ചു പൊളി. അടുത്ത വരുന്ന ആൾക്കാരെ മൊത്തത്തിൽ അടിച്ചിടാനുള്ള ശ്രമമാണ് നമ്മുടെ ടെറർ വൂൾഫ് നടത്തുന്നത്. പക്ഷേ അവിടെ ഒരു നോക്കിടാൻ മാത്രമാണ് ടെറർ വൂൾഫ് കൊണ്ട് പറ്റി. ടെറർ വൂൾഫ് പൊളിയാണ്. നൈസായിട്ട് നോക്കുന്നുണ്ട്. പവർ ടീമുണ്ട്. പവർ ഇല്ല ബ്രോ, പവറൊന്നും ഉണ്ടായില്ല. എന്ത് പറ്റി എനിക്കറിയില്ല. പവറിൻ്റെ പിള്ളേരൊന്നും തീരെ കണ്ടില്ല. നമ്മുടെ വൂൾഫ് അത് നൈസർ ഓടിച്ചാടി കയറി പോകുന്നുണ്ട്. പിള്ളേർ എങ്ങോട്ടാണെന്ന് അറിയില്ല. വൂൾഫ് അത് നൈസർ ഫ്ലാങ്ക് ചെയ്തു ഒരു നോക്കിയിട്ട് അപ്പോൾ പേരിൽ ഫ്ലാങ്ക് ചെയ്യാണ്. നൈസായിട്ട് പൊസിഷൻ മാറിയിട്ട് അടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കുന്നുണ്ട്. സോൺ അപ്പുറത്തോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എന്തായാലും വെള്ളത്തിൽ ചാടിയേ പറ്റൂ. വെള്ളത്തിൽ ചാടണം, കാരണം വേറെ വഴിയില്ല. വിസിൻ്റെ പിള്ളേർ മാൻ്റെ പിള്ളേർ ചെറുതായിട്ടൊരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അതേ EB പിള്ളേർ അവിടെ നിന്ന് വന്നിരിക്കുന്നു. ടെറിൻ്റെ പിള്ളേർ നൈസായിട്ട് വെള്ളത്തേക്ക് ചാടാനുള്ള ശ്രമമാണ്. അത് ടെറർ വൂൾഫ് അത് മുമ്പിൽ നിന്ന് നയിക്കൊണ്ട് നൈസായിട്ട് വെള്ളത്തേക്ക് ചാടാൻ പോകുന്നു. താഴെ നമ്മുടെ മാനിൻ്റെ പിള്ളേരും വിസിൻ്റെ പിള്ളേരും അത് മാൻ്റെ പിള്ളേർ കയറി ആർക്കാൻ പോകും. നമ്മുടെ വിസിൻ്റെ പിള്ളേർ വായിലേക്കാണ്. വിസിൻ്റെ പിള്ളേർ മുകളിൽ നിന്ന് അടിക്കുകയോ ഇല്ല നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മുകളിൽ നമ്മുടെ വിസിൻ്റെ പിള്ളേരുണ്ട്. വിസ് മോൻ ഇവിടെ നോക്കിയിരിക്കുന്നു. വിസിൻ്റെ നേരപ്പിന് പക്ഷേ ആരും അടിച്ചില്ല.
പിന്നെ അതെ പിന്നിൽ എന്ത് ഫുഡ് സ്റ്റെപ്പ് കിട്ടുന്നുണ്ട്, അതെ പിള്ളേർക്ക് ഫുഡ് സ്റ്റെപ്പ് കിട്ടുന്നുണ്ട് നൈസായിട്ട്. അത് നൈസായിട്ട് വെട്ടിയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. പക്ഷേ മാൻ്റെ പിള്ളേർ അത് കാണുമോ ശ്രദ്ധിക്കില്ലെന്ന് പറഞ്ഞാൽ മാൻ്റെ ജോക്കർ മുമ്പിൽ കയറി വരുന്നുണ്ട്. അതെ വിസിൻ്റെ പിള്ളേർക്ക് പിന്നിൽ നിന്ന് അടിക്കാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ വിസിൻ്റെ പിള്ളേർ അത് കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതേ പിള്ളേർ ഓടിപ്പോകും, നമുക്ക് എന്തായാലും ദൂരെ നിന്ന് കാണാൻ പറ്റും. അത് മോനെ അടിക്കുന്നു, മോനെ പോളി നേരപ്പിനെ അടിച്ച് നോക്കാക്കുന്ന ഒരു കാഴ്ചയാണ്. നേരപ്പ് വേണ്ടിയിരിക്കുന്നു, പക്ഷേ ഓപ്പൺ ആയിട്ട് നമ്മൾ വിസിൻ്റെ പിള്ളേർ 1/1 ആയിട്ട് അടിച്ച് നോക്കാവുന്ന ഒരു കാഴ്ചയാണ്. മോനെ അവിടെ നിന്ന് വൂൾഫിനെ അടിച്ചിരിക്കുന്നു. വിസിനെ 3 പേര് നോക്കണം. ഇനി അവിടെ നമ്മുടെ ഹൈഡർ മാത്രമുണ്ട്. ഹൈഡർക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടറിയാം. അടിച്ച് നോക്കലെല്ലാം കില്ലുകൾ കൺഫേം ചെയ്യുന്നു. അവിടെ നോക്കുന്നു, മോനെ റിഫ്ലെക്സിന് അടിച്ച് നോക്കാനുള്ള ശ്രമമാണ്. റിഫ്ലെക്സിന് അടിക്കുന്നു. റിഫ്ലെക്സിന് പക്ഷേ കില്ലുകൾ കിട്ടില്ല. റിഫ്ലെക്സിന് പക്ഷേ നൈസായിട്ട് നമ്മുടെ ഹൈഡറുടെ പൊസിഷൻ പോയിട്ടുണ്ട്. ഹൈഡ്രക്കിന് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വിസിൻ്റെ ഹൈഡ്ര മാത്രമാണ് ഇന്നുള്ളത്. അത് പിന്നിലൊരു അടി നടക്കുന്നത്. ഇബിയുടെ പിള്ളേരും മോനെ മാൻ്റെ പിള്ളേർ താഴെ ഒരു പൊരിഞ്ഞ് അടി നടക്കുന്നുണ്ട്. അതേവിടെ പക്ഷേ വിസ് ഹൈഡ്ര ഒറ്റയ്ക്ക് മുന്നിൽ പോകുന്നു. അത് വിസ് ജ്യൂസിനെ കൊണ്ട് അടിച്ചിട്ടുണ്ട്. ഹൈഡ്രനെ അടിക്കാൻ ആർക്കൊണ്ട് പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ റിഫ്ലെക്സ് മാത്രം റിഫ്ലെക്സ് നൈസായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ സോൺ വന്നിരിക്കുന്ന സോണിൽ പക്ഷേ LNX നമ്മുടെ S4 താരൻ അടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. LNX അങ്ങ് അപ്പുറത്താണ്. അതേ അപ്പുറത്ത് ഒരു പൊരി അടിക്കുന്നത്. അത് ഹൈഡ്രൻ അടിക്കുന്ന ഒരു ശ്രമം. ഹൈഡ്ര അവിടെ നൈസായിട്ട് തലയൊക്കെ പീക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. മാൻ ജോക്കർ പക്ഷേ ഫ്ലാങ്ക് ചെയ്ത് പോകുന്നുണ്ട്. മാൻ ജോക്കറിന് സുഖമായിട്ട് ഹൈഡ്രൻ ചാടി അടിക്കാവുന്നതേ ഉള്ളൂ. മാൻ ജോക്കർ അത് ഫ്ലാങ്ക് ചെയ്ത് കയറിപ്പോയി നമ്മുടെ ഹൈഡ്രൻ അടിക്കുന്നു. ഹൈഡ്ര റൈറ്റിലുണ്ട്. ഹൈഡ്ര റൈറ്റിലുള്ള കാര്യം നമ്മുടെ മാൻ ജോക്കർ മറന്നിരിക്കുന്നു. അതേ പിന്നിൽ നിന്ന് അടിച്ചിരിക്കുന്നു. പോളി അതേ വീസനൈസർ മാൻ ജോക്കറിന് അടിക്കുന്നു. പക്ഷേ വിസ് ഹൈഡ്രൻ അപ്പം തന്നെ അടിച്ച് വെട്ടിയാക്കി വിടുന്നുണ്ട് പിള്ളേർ. അത് നമുക്ക് താഴെ പോകാം. മാൻ്റെ പിള്ളേർ അത് നൈസായിട്ട് ഈ പിള്ളേർ അടിക്കുന്നു. ഈ വിഷൻ അടിച്ചിരിക്കുന്നു. പോളിയർ മാഗട്രോൺ നൈസായിട്ട് നമ്മുടെ മാൻ്റെ ഒരു നോക്ക് ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു നോക്ക് മാഡ് ബോയ് എടുക്കുന്നു. മാഡ് ബോയ് എന്തായാലും റബ് എടുക്കും. അത് ഒരു സൈഡിൽ നമ്മുടെ വിഷൻ പിള്ളേർ കയറിയിട്ടില്ല. പക്ഷേ S4 തരുന്നുണ്ട്. തരൻ്റെ റബ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. തരനും പിള്ളേരും സെറ്റാണ്. പക്ഷേ മാനിൻ്റെ പിള്ളേർ ടെർ വൂൾഫ് അത് T2D വോൾഫ് T2D അടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുമ്പോൾ ടെർ വൂൾഫാണ്. ടെർ വൂൾഫ് ഒറ്റയ്ക്ക് ഇവിടെ 2 നോക്ക് ഇട്ടുണ്ട്. അത് 2 നോക്ക് ആയിട്ടുണ്ട് T2D. ഇനി 3-ാമതുള്ള നമ്മുടെ ഇൻസൈൻ മാത്രമാണ്. ഇൻസൈനെ വീഴ്ത്തി. ഇനി ആരുള്ളൂ ഇവിടെ ഇപ്പോൾ? ഇനി ഇവിടെ ആകെ ഉള്ളത് നമ്മുടെ സ്വന്തം സിനിസ്റ്ററാണ്. സിനിസ്റ്റർ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാം. സിനിസ്റ്ററിന് ഒരു നെയ്ഡാണ് വരാതെ. ടെർ വൂൾഫ് ഒറ്റയ്ക്കാണ്. ഓക്കെ ടെർ വൂൾഫിൻ്റെ ബാക്കിയുള്ളവർ അടിച്ച് നോക്കിയിട്ടുണ്ട്. വെറുതെ ഇല്ല. പക്ഷേ LNX നൈസായിട്ട് അവിടെ നിന്ന് ഒരു സിംഗിൾ ടാപ്പ് അടിക്കുന്നുണ്ട്. ടെർ വൂൾഫ് അത് നൈസായിട്ട് റബ് എടുക്കാൻ പോകുന്നു. മാഡ് ബോയ് നമ്മുടെ മാൻ ആക്സസ് അടിക്കുന്നുണ്ട്. അത് മാൻ്റെ പിള്ളേർ കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്മോക്കുകൾ വാരി എറിയുന്നു മുമ്പിൽ. അത് എന്നിട്ട് T2 പിള്ളേർ കയറി അടിക്കാൻ നമ്മുടെ ടെർ വൂൾഫ് ഓടിച്ചാടി പോകുന്നു. കയ്യിൽ മോനെ പക്ഷേ വിഷൻ അവിടെ മാൻ്റെ അടുത്ത് പോകണം. മെയിൻ്റെ അടുത്ത് നീ പോകുന്നത് ഈ ഒരു വൈപ്പ് ഒന്നില്ലെങ്കിൽ നമ്മുടെ ടെർ വൂൾഫ് തീരും, അല്ലെങ്കിൽ നമ്മുടെ T2 പിള്ളേർ തീരും. അതിലേതെങ്കിലും ഉറപ്പാണ്. അതെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ടെർ വൂൾഫ് എന്നാണ് കയറിയത്. ഒരു നെയ്ഡ് കുക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതാ നിൽക്കുന്നുണ്ട്. T2 ഇൻസൈൻ വേണ്ടിയാണ്. ഇൻസൈനുള്ള ഒരു നെയ്ഡ് അത് കൊടുത്തിരിക്കുന്നു. ടെർ വൂൾഫ് മോനെ അങ്ങനെ വോൾഡ്മോർട്ട് പെട്ടിയിട്ടുണ്ട്. വോൾഡ്മോർട്ടിൻ്റെ കാര്യം തീർന്നുണ്ട്. അവിടെ LNX S4 തന്നെ അടിക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ഇവിടെ ആരും അടിക്കുന്നറിയില്ല. മോനെ T2D സിനിസ്റ്ററിനാണ് അവരടിക്കുന്നത്. പക്ഷേ താഴെ ഒരു കൂട്ടപ്പറിച്ചിലാണ്. നമ്മുടെ ഒരു സൈഡിൽ മാനിൻ്റെ പിള്ളേർ അടിക്കുമ്പോൾ മറു സൈഡിൽ ഈബിയുടെ പിള്ളേരുണ്ട്. ഈബിയുടെ പിള്ളേർക്ക് എന്തായാലും സോണിൽ കയറി പറ്റി. സോണിൻ്റെ കയറാത്തോണ്ട് നമുക്ക് പൊരിഞ്ഞടിയാണ്. അത് മാൻ്റെ പിള്ളേർ നിൽക്കുന്നു. മാൻ റിഫ്ലെക്സിൻ്റെ പിള്ളേർ വെള്ളത്തിലൂടെ പോകുന്നു. അത് ഈബിയുടെ പിള്ളേർ ചാടി കയറി പോകുന്നു. എല്ലാവരും വെള്ളത്തിൽ ചാടിയേ പറ്റും. മാൻ്റെ പിള്ളേർ എന്തെങ്കിലും വെള്ളത്തിൽ ചാടി നമ്മുടെ ഈബിയുടെ പിള്ളേർ കയറി അടിക്കുകയില്ല നമുക്ക് കണ്ടത്. അത് അവർ മുമ്പിൽ ഒരു നേടിയെടുത്തുകൊണ്ട് നമ്മുടെ ആർക്കും ഒരു നേടിയിട്ട് കൊടുക്കുന്നു നമ്മുടെ റീപ്പർ. പക്ഷേ റീപ്പറും പിള്ളേരും വെള്ളത്തിലുള്ള കയറി അടിക്കുക. അത് മാനിൻ്റെ പിള്ളേർ അടിച്ചു വീഴുന്ന കാഴ്ചയാണ്. മാൻ ജാക്കിന് ഈ പിള്ളേർ അടിക്കുന്നു. ഒരു സൈഡിൽ പൊരിഞ്ഞടി എല്ലായിടത്തും പൊരിഞ്ഞടി. മോനെ LNX പിള്ളേർ നൈസായിട്ട് നമ്മുടെ ഇൻസൈൻ T2 അടിച്ച് നോക്ക് തീർത്തുണ്ട്. സോ സിനിസ്റ്ററിന് അടിച്ചിരിക്കുന്നു. അങ്ങനെ ടെർ വൂൾഫിൻ്റെ പിള്ളേർ മൊത്തം T2 പിള്ളേർ മൊത്തം തീർത്തുണ്ട്. നമ്മുടെ LNX മാൻ്റെ കൂടെ കട്ടർ ബ്ലീഡിങ് ആണ്. മച്ചാൻ റബ്ബ് എടുക്കില്ല നമുക്ക് കണ്ടറിയിട്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ സോൺ വന്നിട്ടുണ്ട്. വിഷൻ സെറ്റായിട്ട് മുകളിൽ നിൽക്കുന്നുണ്ട്. ആരെങ്കിലും വെള്ളത്തിൽ ചാടി മോനെ അവിടെ നമ്മുടെ കിടക്കുവരും നമ്മുടെ അപ്പം തന്നെ മാൻ ജാക്കിന് അപ്പടനെ അടിച്ചു പിടിച്ചു. സോ മാൻ്റെ ഒരു സ്ക്വാഡിനെ തീർത്ത് പെട്ടി കിട്ടുന്നു. താഴെ നമ്മുടെ മാൻ്റെ സെക്കൻഡ് സ്ക്വാഡ് പക്ഷേ തൊട്ടപ്പുറത്ത് LNX പിള്ളേരുണ്ട്. LNX പിള്ളേർ അത് ടെർ വൂൾഫിനെ അടിച്ച് മാൻ കിങ് നൈസായിട്ട് പിന്നിൽ നിന്ന് അടിച്ച് പണി കൊടുത്തിരിക്കുന്നു. അതെല്ലാം LNX പിള്ളേർ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയിട്ടിരിക്കുന്നു. സോ ഗൈസ് ഇനി വെറും 3 ടീമുകൾ മാത്രമുള്ളത്. 3 ടീമുകൾ 12 പേര്. എല്ലാ ടീമിലും 4 പേര് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഫുൾ സ്ക്വാഡുകളുണ്ട്. ഫുൾ സ്ക്വാഡിൽ S4 പിള്ളേർ തീർന്നു. S4 ഫുള്ളിന് തരുൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തരുണിനെ അപ്പം തന്നെ അടിച്ച് തീർക്കും. അതേ മാനിൻ്റെ റിഫ്ലെക്ഷൻ അടിക്കുന്നു. ഈബിരെ പിള്ളേർ നൈസായിട്ട് കയറി അടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ LNX പിള്ളേർ നൈസായിട്ട് മാൻ ജോക്കറിന് അടിക്കുന്ന ഒരു കാഴ്ചകൾ കാണുന്നുണ്ട്. അതേ മാൻ്റെ പിള്ളേർക്ക് മൊത്തത്തിൽ പണിയിടുന്ന ഒരു കാഴ്ചയാണ്. അതേ മാൻ്റെ പിള്ളേർ 2 ടീമുകൾ ചേർന്ന് മാൻ്റെ പിള്ളേർ അടിക്കുന്നു. അത് നമ്മുടെ വിഷൻ റീപ്പർ ഓടിച്ചടി വരുന്നുണ്ട്. നമ്മുടെ കിങ് അവിടെ നോക്കിക്കാണ്. കിങ് കയറി അടിക്കുകയില്ല നമുക്ക് കണ്ടറിയാം. അത് കയ്യിലാക്കി റീപ്പർ വരുന്നു. റീപ്പറിന് അപ്പം തന്നെ പിന്നിൽ നിന്ന് അടിക്കുന്നു. റീപ്പറിനെ അടിച്ച് നോക്കാക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. റീപ്പർ വീണിരിക്കുന്നു. റീപ്പറിനെ പിന്നിൽ നിന്ന് അടിച്ച് പക്ഷേ നമ്മുടെ ഈ പിള്ളേർ കയറുന്നുണ്ട്. ഈ അടിച്ച് നോക്കുമ്പോൾ അടിച്ച കില്ല് കൺഫേം ആക്കി വിട്ടിരുന്നു നൈസായിട്ട്.
പക്ഷെ പിന്നിൽ നമ്മുടെ LNX പ്ലെയർ കയറി വരുന്നു. ഡീമൺ കിഡ് പിന്നിൽ അടിക്കുന്നു. മോനെ LNX പ്ലെയർ അടുത്തിട്ട് നോക്ക്. പക്ഷെ താഴുന്നു. ചാടി വരും നമ്മുടെ നിക്കാണ്. പക്ഷെ ഡീമൺ കണ്ടു. ഡീമോണിനെ കണ്ടിട്ടില്ല. നൈസ് എടുത്ത് പിന്നെ അടിക്കുന്നു. പക്ഷെ ഡീമൺ കിഡിന് നൈസിൽ അടിക്കാൻ നോക്കുന്നു. പക്ഷെ ഡീമൺ കിഡിനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് അടിക്കുന്ന നിർത്തമാണ്. അതാ പിന്നിൽ ഡീമൺ കിഡിനെ പിന്നിൽ അടിച്ച് തീർത്തിരിക്കുന്നത്. പക്ഷേ വിഷൻ്റെ പിള്ളേർ 3 പേരുണ്ട്. 3 പേരും അതെ അവിടെ നമ്മുടെ ടോക്സിക് ഉണ്ട്. ടോക്സിക് പിള്ളേർ മനോട് ചാടി നടക്കുമ്പോൾ മൊത്തം ഇവിടെ 3 vs 3 സിറ്റുവേഷൻ. മെഗട്രോണിൻ്റെ തൊട്ടപ്പുറത്ത് പിള്ളേർ വരുന്നു. അത് നെയ്ഡുകളൊക്കെ വാരി എറിയുന്നുണ്ട്. അത് ടോക്സിക്കിൻ്റെ പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ട്. നൈസായിട്ട് അദ്ദേഹം ഒരു നെയ്ഡ് പുറത്ത് നിൽക്കുന്നുണ്ട്. ഫ്രണ്ടിൽ 3 പേര്. അത് പിന്നിൽ നമ്മുടെ ടോക്സിക് പിന്നിൽ നിന്ന് വരുമ്പോൾ ബാക്കി 2 പേർ മുമ്പിലാണ്. അതേ പക്ഷേ പിന്നിലുള്ള നമ്മുടെ ടോക്സിക്കിൻ്റെ പിള്ളേരെ കാണുന്നില്ല. LNX എന്ത് ചെയ്യുമെന്ന് കണ്ടറിഞ്ഞിരിക്കുന്നത്. അത് നെയ്ഡുകൾ മൊത്തം വാരിയെറിയുന്നു. നമ്മുടെ ടോക്സിക് LS അത് നെയ്ഡുകൾ എറിയുന്നു. പിന്നിൽ ചന്നം പിന്നെ നെയ്ഡുകൾ മൊത്തത്തിൽ വാരി എറിയുന്നു. അത് പിന്നിൽ ആരുണ്ടെന്ന് സ്പോട്ട് ചെയ്യുന്നുണ്ട് പിള്ളേർ. പക്ഷേ LNX ആരാണിത്? റാപ്പല്ലസ് ആണ്. റാപ്പല്ലസ് എന്ത് ചെയ്യുമെന്ന് കണ്ടറിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടോക്സിക് LS ഇവിടെ ഉണ്ട്. ടോക്സിക് LS ഒരു സൈഡിൽ നിന്ന് ചന്നം പിന്നെ മടിക്കുകയാണ്. അത് നമ്മുടെ മെഗട്രോൺ. എല്ലാവരും പാമ്പുകളാണ്. അതേ ഇവിടെ പാമ്പ് കളിക്കുന്നത് കാരണം പക്ഷേ വിഷൻ EBക്ക് മുട്ട പണി ഇട്ടിരിക്കുന്നു. നൈസായിട്ടൊരു നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ഈ മാഡ് ബോയ് EB നേടൊന്നുമില്ല കയ്യില്ലാത്ത. നൈസായിട്ട് LNX കൂടെ ഉണ്ട്. അത് നെയ്ഡുകൾ മൊത്തം വരെയും നമ്മുടെ ടോക്സിക്കിനെ പക്ഷേ കയറി അടിക്കുകയില്ലെന്ന് കണ്ടറിഞ്ഞിരിക്കുന്നു. മോനെ EB മെഗട്രോൺ EBനെ കണ്ടിരിക്കുന്നു. മെഗട്രോണിനെ കണ്ടു. അപ്പം തന്നെ കയറി അടിക്കുന്നു നമ്മുടെ സ്വന്തം ടോക്സിക്. അത് അടിച്ചൊക്കെയില്ല അപ്പം തന്നെ കണ്ടു. പക്ഷേ പിള്ളേർ കയറി അടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതാ മോനെ പിന്നിൽ നിന്ന് മാഡ് ബോയിനെ പിന്നിൽ നിന്ന് അടിക്കുന്നു. മോനെ ബാക്ടറി ഒരു കിടക്കച്ചിന് ചെയ്താൽ പക്ഷേ പിന്നെ മോനെ പൊരിഞ്ഞടി 1 vs മോനെ നമ്മുടെ LNXൻ്റെ ലാസ്റ്റ് പ്ലെയറാണ്. ലാസ്റ്റ് പ്ലെയർ LNXനെ കയറി. പക്ഷേ ഒന്നും നടന്നില്ല. മാഡ് ബോയിനെ അപ്പം തന്നെ കയറി അടിച്ചു നമ്മുടെ. സോ നമ്മൾ ഡിന്നർ കൊണ്ടത് വേറൊരു മറ്റിൽ LNXൻ്റെ പിള്ളേരാണ്. LNXനുള്ള 6 കില്ലുമായി മുമ്പിൽ നിന്ന് തൊട്ട് പിന്നിൽ നമ്മുടെ മെഗട്രോൺ EBയുടെ പിള്ളേരാണ്. 8 10 13 കില്ലുമായി EBയുടെ പിള്ളേർ. സെക്കൻഡ് അടിച്ചിരിക്കുന്നത് 3 നമ്മുടെ മാനിൻ്റെ പിള്ളേരാണ്. 4th നമ്മുടെ ടെറിൻ്റെ പിള്ളേരാണ്. തൊട്ട് പിന്നാലെ നമ്മുടെ മാനിൻ്റെ പിള്ളേരുണ്ട്. ഇൻസൈൻ D2യുടെ പിള്ളേരുണ്ട്. S4 ഉണ്ട്. വിസ് ഉണ്ട്. MRC ഉണ്ട്. ADLൻ്റെ 2 സ്ക്വാഡ് ഉണ്ട്. ഇൻഫിനിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോട്ടക്സ് ഉണ്ട്. THR ഉണ്ട്. ATS ഉണ്ട്. ക്രൗഡ് ഉണ്ട്. മാൻ റോഗ് ഉണ്ട്. അതുപോലെ തന്നെ KMC ഉണ്ട്. സോ ഗൈസ് ഇന്നത്തെ സ്ട്രീമിംഗ് കൂടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എൻ്റെ സ്ട്രീമിംഗ് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കട്ടക്ക് സപ്പോർട്ട് എപ്പോഴും വേണം. സോ ഗൈസ് ബൈ.